നമസ്കാരം. എ.ഡി.എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസം ഓരോരോ ദുരൂഹതകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അഥവാ ഓരോരോ ദുരൂഹതകൾ നിറഞ്ഞ സംഭവങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ വിഷയത്തിൽ പുതിയൊരു ദുരൂഹമായ വെളിപ്പെടുത്തലുമായി തന്നെയാണ് പി.വി. അൻവർ എത്തിയിരിക്കുന്നത്. നിലമ്പൂരിന്റെ സ്വന്തം എം.എൽ.എ ആയ പി.വി. അൻവർ ഈ അടുത്ത കാലത്താണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നും ചില അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് പുറത്തു വന്നത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയുടെ ഭരണ നയവൈകല്യങ്ങളെക്കുറിച്ചും മുഖ്യമന്ത്രിയുടെ ഭരണപരാജയത്തെക്കുറിച്ചുമെല്ലാം കൃത്യമായി പൊതുസമൂഹത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നും പി.വി. അൻവർ പുറത്തേക്ക് പോകുന്നത്. എ.ഡി.എമ്മിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അൻവർ വെളിപ്പെടുത്തിയിരിക്കുന്ന ചില കാര്യങ്ങൾക്ക് വളരെ ഗൗരവ സ്വഭാവമുണ്ട് എന്നുള്ളതാണ് ഈ വാർത്തയ്ക്ക് അടിസ്ഥാനമായി പറയുന്നത്. ഏതാണ്ട് 55 കിലോ മുതൽ 60 കിലോഗ്രാം വരെ തൂക്കമുള്ള ഒരു മനുഷ്യൻ എങ്ങനെയാണ് സാധാരണ വീട്ടമ്മമാർ അഴ കെട്ടുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന 0.5 mm പ്ലാസ്റ്റിക് ചരടിൽ തൂങ്ങി മരിക്കുക എന്നുള്ളത് ആണ് അൻവർ എടുത്തു ചോദിക്കുന്നത്. അഴ കെട്ടുവാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഇത്തരം ഒരു പ്ലാസ്റ്റിക് ചരടിൽ 55 കിലോഗ്രാം തൂക്കമുള്ള ഒരാൾ എങ്ങനെയാണ് തൂങ്ങി മരിക്കുക എന്നുള്ളതിന് കൃത്യമായൊരു ഉത്തരം ആവശ്യമായി വേണ്ടിവരും എന്ന് തന്നെയാണ് പി.വി. അൻവർ തുറന്നടിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി അൻവർ എടുത്തു പറയുന്നു. നവീൻ ബാബുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശ്വാസകോശത്തിനൊന്നും യാതൊരുവിധ വിഷയങ്ങളുമില്ല എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. തൂങ്ങി മരണം എന്ന് പറയുമ്പോൾ തീർച്ചയായും ശ്വാസം മുട്ടിയുള്ള മരണം തന്നെയാണല്ലോ. ശ്വാസം മുട്ടിയുള്ള ഒരു മരണത്തിൽ ശ്വാസകോശത്തിന് യാതൊരു തരത്തിലുള്ള ഡാമേജും ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ എന്ത് തരത്തിലുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് എന്നുകൂടി പി.വി. അൻവർ എടുത്തു ചോദിക്കുന്നു. കണ്ണൂരിൽ ഔദ്യോഗിക ജീവിതം നയിച്ചിരുന്ന നവീൻ ബാബുവിന് രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ഏറെയായിരുന്നു എന്ന് തന്നെയാണ് പി.വി. അൻവർ പറയുന്നത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയുടെ വല്ലാത്ത രീതിയിലുള്ള ഇടപെടലുകളും സമ്മർദ്ദങ്ങളും അതിജീവിക്കാൻ നവീൻ ബാബു വല്ലാതെ ബുദ്ധിമുട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഒരവസരത്തിൽ തന്റെ ഭാര്യയായ മഞ്ജുഷയോട് പോലും നവീൻ ബാബു ഇത്തരം കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. വളരെയേറെ സമ്മർദ്ദങ്ങൾ സഹിച്ചുകൊണ്ട് തന്നെയാണ് കണ്ണൂരിൽ ജോലി ചെയ്യുന്നത്. ഇന്ന ആളുകളിൽ നിന്നാണ് തനിക്ക് ഈ സമ്മർദ്ദം ഉള്ളത് എന്ന് തന്നെയാണ് നവീൻ ബാബു തന്റെ ഭാര്യയായ മഞ്ജുഷയോട് പറഞ്ഞിട്ടുള്ളത്. പി ശശിയുമായുണ്ടായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ തന്നെയായിരുന്നു. കാരണം തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ കണ്ണൂരിലെ തലമുതിർന്ന നേതാവ് എന്ന രീതിയിൽ പി ശശിയുടെ പല ഇടപെടലുകളും ഉണ്ടായിട്ടുണ്ട്. പി ശശിയുടെ കണ്ണൂരിലെ വലങ്കൈയായി പ്രവർത്തിച്ചിരുന്നത് പി ദിവ്യ തന്നെയാണ്. കണ്ണൂരിൽ സാരി ഉടുത്ത പിണറായി എന്ന് അറിയപ്പെട്ടിരുന്ന പി ദിവ്യ കണ്ണൂരിലെ വനിതാ പിണറായി എന്നുകൂടി അറിയപ്പെട്ടിരുന്നു. അതായത് കണ്ണൂരിൽ എന്തൊക്കെ നടക്കണം എന്തൊക്കെ നടക്കണ്ട എന്ന് CPM-നകത്ത് തീരുമാനിച്ചിരുന്നത് ഒരു വേള പി ദിവ്യയും പി ശശിയും ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പി ശശി വിളിച്ചു പറഞ്ഞ പല കാര്യങ്ങളും ബുദ്ധിമുട്ടിയിട്ടാണെങ്കിൽ പോലും പലപ്പോഴും നവീൻ ബാബു ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴെല്ലാം അതിന് തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഒരു അഴിമതിയുടെ കറ പുരളാതിരിക്കുവാൻ വേണ്ടി നവീൻ ബാബു ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. നേരായ കാര്യങ്ങളിൽ മാത്രമാണ് ചിലപ്പോൾ നവീൻ ബാബു അത്തരം കാര്യങ്ങൾക്ക് വഴങ്ങിയിട്ടുള്ളത്. ഇതും തന്നെ സംബന്ധിച്ചിടത്തോളം മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു എന്നാണ് നവീൻ ബാബു തന്റെ ഭാര്യയായ മഞ്ജുഷയോട് വെളിപ്പെടുത്തിയിരുന്നത്. എന്തായാലും പി ശശിയുമായി ഉണ്ടായിരുന്ന ചില അസ്വാരസ്യങ്ങൾ തന്നെ ബുദ്ധിമുട്ടിച്ചിരുന്നു എന്ന് തന്നെ നവീൻ ബാബു എടുത്തു പറയുകയുണ്ടായിരുന്നു. ശശിയുടെ വലങ്കൈയായി പ്രവർത്തിച്ചിരുന്ന പി ദിവ്യയ്ക്കും ഇത്തരം കാര്യങ്ങളിലെല്ലാം കൃത്യമായ അറിവുകൾ ഉണ്ടായിരുന്നു. കണ്ണൂരിൽ പി ശശി അറിയാതെ പി ദിവ്യ അറിയാതെ ഒരു കാര്യങ്ങളും നടക്കാൻ പാടില്ല, ഒരു ഓഫീസിലും ഒരു ഫയലുകളും നീങ്ങാൻ പാടില്ല എന്നുള്ളൊരു ധാർഷ്ട്യം ഇവർക്കുണ്ടായിരുന്നു. നവീൻ ബാബു ഇടപെട്ട് പെട്രോൾ പമ്പ് NOC കൊടുത്ത പല കാര്യങ്ങളിലും ഇവരുടെ എല്ലാവരുടെയും ഇടപെടലുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തരം ഇടപെടലുകളൊന്നും തന്റെ കൃത്യനിർവഹണത്തിന് തടസ്സമായി നിൽക്കാൻ പാടില്ല എന്ന കറകളഞ്ഞ ഉദ്യോഗസ്ഥനായ അഴിമതിരഹിതനായ ഉദ്യോഗസ്ഥനായ നവീൻ ബാബുവിന് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവർ പറഞ്ഞ പല കാര്യങ്ങളും അനുസരിക്കാൻ പറ്റാതെ വരികയും പി ദിവ്യയ്ക്കും പി ശശിക്കും നവീൻ ബാബുവിനോട് ഉള്ളിൽ തീർത്താത്തീരാത്ത പകയും ദേഷ്യവും ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെയാണ് നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് ചടങ്ങിൽ ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി കയറി വന്നുകൊണ്ട് പി ദിവ്യ നവീൻ ബാബുവിനെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചത്. ഇത് പി ശശിയുടെ കൃത്യമായ നിർദ്ദേശത്തെ തുടർന്നുകൊണ്ട് തന്നെയാണ് പി ദിവ്യ നവീൻ ബാബുവിനെതിരെ ഇത്തരത്തിൽ പ്രവർത്തിച്ചതും. അത്തരം കാര്യങ്ങൾ, അതായത് അന്ന് യാത്രയയപ്പ് ചടങ്ങിൽ പ്രസംഗിച്ച വിഷയങ്ങൾ അത്രയും പി ദിവ്യ കൊണ്ടുവന്ന വീഡിയോഗ്രാഫറെ ഉപയോഗിച്ചുകൊണ്ട് അത് വീഡിയോയിൽ പകർത്തി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച നവീൻ ബാബുവിന്റെ ആത്മവീര്യത്തെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ പെരുമാറിയതും. എന്തു തന്നെയായാലും നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നിൽ ഇത്തരം ചില ദുരൂഹതകൾ ഒളിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പി.വി. അൻവറും എടുത്തു പറയുന്നത്.
അതായത് പി ശശിയും പി ദിവ്യയും ചേർന്നുള്ള ഒരു കോക്കസാണ് നവീൻ ബാബുവിനെ സമ്മർദ്ദത്തിലാക്കിയിരുന്നത്. ഒരുപക്ഷെ പി ദിവ്യയും പി ശശിയും ഇടപെട്ട ചില വഴിവിട്ട കാര്യങ്ങൾ നടത്തി കൊടുക്കാൻ തനിക്ക് സാധ്യമല്ല എന്ന് നവീൻ ബാബു ഉറച്ച നിലപാടെടുത്തതിന്റെ പേരിൽ തന്നെയായിരിക്കാം ഇവരുടെ വഴിവിട്ട ബന്ധങ്ങൾ തനിക്ക് അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് തുറന്നു പറഞ്ഞതിനാൽ തന്നെയായിരിക്കും നവീൻ ബാബു ആത്മഹത്യയിലേക്കോ മരണത്തിലേക്കോ അഥവാ നവീൻ ബാബുവിന്റെ കൊലപാതകത്തിലേക്കോ എത്തിച്ച സംഭവങ്ങൾ ഉണ്ടായത് എന്ന് തന്നെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. അതായത് നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നിൽ പി ശശിക്കും പി ദിവ്യയ്ക്കും കൃത്യമായ പങ്കുണ്ട്. ഇവർ തമ്മിലുള്ള ബന്ധത്തിനും അതിൽ വലിയ പങ്കുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവരുടെ സമ്മർദ്ദങ്ങൾ ഒരുപക്ഷെ നവീൻ ബാബുവിന് സഹിക്കാൻ പാടുള്ളതിലും അപ്പുറം തന്നെയായിരുന്നു. ഈ ബന്ധത്തിൽ നിന്ന് ഉടലെടുത്ത സമ്മർദ്ദം തന്നെയാണ് നവീൻ ബാബുവിന്റെ ജീവനെടുത്തത് എന്ന് തന്നെയാണ് നവീൻ ബാബുവിന്റെ സഹപ്രവർത്തകരും പറയാതെ പറയുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം വേണം എന്ന് തന്നെ PV അൻവർ എടുത്തു പറയുമ്പോൾ നവീൻ ബാബുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഇൻക്വസ്റ്റ് റിപ്പോർട്ടും തമ്മിൽ യാതൊരു തരത്തിലും പൊരുത്തപ്പെടാതെ നിൽക്കുന്നു എന്ന് പറയുന്നു. ഇൻക്വസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയപ്പോൾ നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തത്തിൽ മുങ്ങിയ നിലയിലാണ് കണ്ടത് എന്ന് പറയുമ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാവട്ടെ ഇത്തരം വിവരങ്ങൾ യാതൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. അതായത് നവീൻ ബാബുവിന്റെ ശരീരത്തിൽ ആന്തരികമായോ ബാഹ്യമായോ യാതൊരു മുറിവുകളില്ല എന്ന് പോസ്റ്റ്മോർട്ടത്തിൽ പറയുമ്പോൾ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലാവട്ടെ നവീൻ ബാബു ധരിച്ചിരുന്ന അടിവസ്ത്രം രക്തത്തിൽ കുതിർന്നിരുന്നു എന്ന് പറയുമ്പോൾ ഈ രണ്ട് റിപ്പോർട്ടിലും പൊരുത്തക്കേട് കാണുന്നു. മാത്രമല്ല ഹൈക്കോടതിയിൽ പോലീസ് സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ അടിവസ്ത്രം രക്തത്തിൽ കുതിർന്ന അവസ്ഥയിലായിരുന്നു എന്ന റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കൊടുത്തിട്ടില്ല എന്നുകൂടി PV അൻവർ പറയുന്നു. അതായത് നവീൻ ബാബുവിനെ കരുതി കൂട്ടി ആരൊക്കെയോ കൊലപ്പെടുത്തിയത് തന്നെയാണ്. ഏതൊക്കെ അവിശുദ്ധ കൂട്ടുകെട്ടുകളിൽ നിന്ന് ഉടലെടുത്ത ചില കാര്യങ്ങൾ നടത്തി കൊടുക്കുവാൻ തനിക്ക് സാധിക്കാത്തതിനാൽ അത്തരം അവിശുദ്ധ കൂട്ടുകെട്ടുകൾ തന്നെയാണ് നവീൻ ബാബുവിന്റെ ജീവനെടുത്തത് എന്ന് പറയുമ്പോൾ ഇതിൽ കൃത്യമായ ദുരൂഹതകളുണ്ട്, സംശയങ്ങളുണ്ട്, തെളിയിക്കേണ്ടത് തന്നെയാണ്. ഇതിന് CBI അന്വേഷണം തന്നെ വേണം എന്നാണ് PV അൻവർ പറയുന്നത്. നവീൻ ബാബുവിന്റെ മരണത്തിൽ സർക്കാർ എന്തിനാണ് CBI അന്വേഷണം എതിർക്കുന്നത് എന്ന് തന്നെ വ്യക്തമാണ്. അതായത് സർക്കാരിന് ഈ വിഷയത്തിൽ എന്തൊക്കെയോ ഒളിക്കാനുണ്ട് എന്ന് തന്നെയാണ് നവീൻ ബാബു പറയുന്നത്. അതായത് കണ്ണൂരിൽ നിലനിൽക്കുന്ന പി ശശിയും പി ദിവ്യയും അടങ്ങുന്ന പല നേതാക്കന്മാരുടെ അവിശുദ്ധ ബന്ധങ്ങൾ കൃത്യമായി അടുത്തറിഞ്ഞിരുന്ന ആ അവിശുദ്ധ ബന്ധങ്ങളുടെ സമ്മർദ്ദങ്ങൾ നടത്തിച്ചു കൊടുക്കാൻ സാധിക്കാതിരുന്ന നവീൻ ബാബു എന്ന ഒരു കറകളഞ്ഞ ഉദ്യോഗസ്ഥനെ ഇവരുടെ താല്പര്യപ്രകാരം നടക്കാത്തതിന്റെ പേരിൽ പലരും അപായപ്പെടുത്തി കൊന്നുകളഞ്ഞു എന്ന് തന്നെയാണ് PV അൻവറിന്റെ വാക്കുകളിലുള്ളത്. കൃത്യമായ ഒരു അന്വേഷണം നടന്നാൽ മാത്രമേ CBI പോലുള്ള ഏജൻസികളുടെ അന്വേഷണം നടന്നാൽ മാത്രമേ ഇതിന്റെ ദുരൂഹതകൾ പുറത്തു വരികയുള്ളൂ എന്നുകൂടി PV അൻവർ ചേർത്ത് പറയുന്നു.